ഇന്ന് നമുക്ക് റമദാൻ സീരീസിലെ രണ്ടാമത്തെ സ്നാക്കിൻ്റെ റെസിപ്പി നോക്കട്ടോ. അടിപൊളി സ്നാക്കാണ്, നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുഴുങ്ങി മാഷ് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് അധികം എടുക്കാം. എന്നിട്ട് അതിലേക്ക് വലിയുള്ളി ചോപ്പ് ചെയ്തതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് അധികം എടുക്കുന്നത് നല്ലതാട്ടോ, എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടി ഒഴിച്ചതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ചീസ് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ചീസ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് ഗരം മസാല ഒരു ടീസ്പൂൺ, പിന്നെ ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി അധികം ഇടണ്ട, കുറച്ച് ഇട്ടാൽ മതി. ഞാൻ ഇടുമ്പോൾ കുറച്ച് അധികം ഇട്ട് പോയിട്ടുണ്ട്, അപ്പം നോക്കിയിട്ട് ഇടുക കേട്ടോ. അതിനുശേഷം കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണോളം എങ്കിലും ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മതി. പിന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ടെടുക്കാവുന്നതാണ്. പിന്നെ ചിക്കൻ ഇവിടെ ഗ്രേറ്റ് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കുറച്ച് അധികം ഇടുന്നതാട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. ചിക്കനാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ബീഫും എടുക്കാം, ഞാനിപ്പോൾ ഇവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് മിക്സ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും അത് പറയാൻ മറന്നു പോകുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞത്. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം എൻ്റെ മാവ് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ കുഴക്കുമ്പോൾ മുട്ട എടുത്തുകൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് കുഴക്കുമ്പോൾ മെല്ലെ കുഴച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ ലൂസായിപ്പോവും. പിന്നെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കുക. ഞാനിവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാണ്, പക്ഷേ ഇത് കട്ട്ലേറ്റിൻ്റെ ഒരു അമ്മോച്ചനൊക്കെ ആയിട്ട് വരും. ഞാൻ നാസ് ബേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൻ്റെ ചാനൽ കേട്ടോ. അപ്പോൾ ഇവരുടെ ചാനൽ നോക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ്, നല്ല ഇഷ്ടമായിട്ട് അവരുടെ റെസിപ്പിയൊക്കെ. അപ്പോൾ ഇതിൻ്റെ പേര് ഞാനിവിടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മെല്ലെ നമ്മുടെ മുട്ട പൊട്ടിച്ച് വെച്ചാൽ അതിൽ കുറച്ച് ഉപ്പിടണം കേട്ടോ മുട്ടയിൽ. എന്നിട്ട് അതിൽ നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതെല്ലാവരും ഒരുവിധ കടിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ്, സ്റ്റെപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ട് നല്ല ചൂട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഇത്ര പണിയുള്ളൂ കേട്ടോ. സിമ്പിൾ സ്നാക്കാണ്, മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ എണ്ണം കഴിച്ചിട്ട് കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് തന്നെ പാത്രം കാലിയായിട്ടുണ്ട്. ഇപ്പം നോമ്പ് നോറ്റത് കൊണ്ട് ഞാനത് കഴിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. അടുത്ത എന്ത് കടീൻ്റെ റെസിപ്പി വേണമെന്ന്